കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെ ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടും കൽപ്പിച്ച് തന്നെ രംഗത്തുണ്ട്. മുൻപ് പിണറായി സർക്കാരിനെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വിറപ്പിച്ചതെങ്കിൽ ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി.ഡി. സതീശൻ സർക്കാരിന് ചോദ്യങ്ങൾ ഉയർത്തി രംഗത്ത് വന്നു കഴിഞ്ഞു. സെനറ്റിൽ സർവം ബി.ജെ.പി. മയം. എം.ജി. സർവകലാശാലയിൽ ചാൻസലർ ബി.ജെ.പി. അനുഭാവികളെ കുത്തി നിറച്ചെന്ന ആക്ഷേപം. 30-ൽ 17 പേരും ബി.ജെ.പി. പശ്ചാത്തലമുള്ളവർ. എം.ജി. സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ നിയമിച്ച പ്രതിനിധികളിൽ ഭൂരിഭാഗവും ബി.ജെ.പി. പശ്ചാത്തലമുള്ളവരാണെന്ന് ആക്ഷേപം. വിവിധ മേഖലകളിൽ നിന്നായി ചാൻസലറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാമനിർദ്ദേശം ചെയ്ത 30 പേരിൽ 17 പേരും ബി.ജെ.പിയുമായി അടുത്ത ബന്ധമുള്ളവരാണ്. എഴുത്തുകാരുടെ വിഭാഗത്തിൽ നിന്നും ചാൻസലർ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രമുഖ ബി.ജെ.പി. നേതാവ് ജെ. പ്രമീള ദേവിയാണ്. ഇതിനു പുറമെ മാതൃഭൂമി പത്രത്തിന്റെ കുട്ടനാട് പ്രാദേശിക ലേഖകൻ കെ. രംഗനാഥൻ കൃഷ്ണയും ചാൻസലറുടെ നോമിനികളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സർവകലാശാലയുടെ ഉയർന്ന ഭരണസമിതിയിലേക്ക് രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി നിയമനം നടത്തിയതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. എം.ജി. സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് മുൻപും ബി.ജെ.പി. നോമിനി ആരോപണം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സെനറ്റ് അംഗങ്ങളുടെ നിയമനത്തിലും സംഘപരിവാർ പശ്ചാത്തലമുള്ളവരെ തിരികെ കയറ്റിയെന്ന ആക്ഷേപം ശക്തമാകുന്നത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് പ്രതിപക്ഷ സംഘടനകൾ ചൂണ്ടിക്കാട്ടി. ഗവർണർ പദവിയിലാണെന്നതിനാൽ നിങ്ങൾ വിശുദ്ധനാകുന്നില്ലെന്നും RSSകാരനാണെന്നും ഞങ്ങൾ നിങ്ങളുടെ പദ്ധതിയെ പൊളിച്ചെടുക്കുമെന്നും PS സഞ്ജീവ്. RSSും അവർ ഇപ്പോൾ അംഗീകരിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയവും ഒഴിച്ച് മറ്റൊന്നും കേരളത്തിൽ ഉണ്ടാവരുത് എന്നതാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നിലപാടെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. ഒരു കൈകൊണ്ട് അരാഷ്ട്രീയ ഉപദേശവും മറു കൈകൊണ്ട് കാവിക്കൊടി കെടലും ഒരുമിച്ച് വേണ്ടെന്ന് ഗവർണർക്ക് സഞ്ജീവിന്റെ മറുപടി. ഗവർണറുടെ പദവിയിൽ ഇരിക്കുന്നു എന്ന് കരുതി നിങ്ങൾ വിശുദ്ധനാകുന്നില്ലെന്നും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ ഗവർണറുടെ പദവിയിൽ ഇരിക്കുന്നു എന്ന് കരുതി നിങ്ങൾ വിശുദ്ധനാകുന്നില്ലെന്നും സഞ്ജീവ് പറഞ്ഞു. മന്ത്രി റോജി M. ജോണിനും കോൺഗ്രസിനുമൊക്കെ നിങ്ങളെ പേടിയായിരിക്കുമെന്ന് ഗവർണറോട് പറഞ്ഞ സഞ്ജീവ് നിങ്ങളുടെ വർഗീയ പദ്ധതികളെ SFI പൊളിച്ചെടുക്കുമെന്നും എത്ര പോരാടിയിട്ടാണെങ്കിലും കേരളത്തെ വിട്ടുതരില്ലെന്നും കൂട്ടിച്ചേർത്തു.